എങ്ങനെയുണ്ട് ദോശ? കുഴപ്പമില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വട കൊള്ളാം. ഇതൊരാള് വാള് വെച്ചു. വാള് വെക്കുന്നോ ഇനി? ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. നമ്മൾ മൂകാംബികയിൽ വന്നിട്ട് ഇന്ന് നമ്മൾ കുടജാദ്രി പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, നമ്മൾ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഓക്കെ ആയിരുന്നു. വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ചിലപ്പോൾ രാവിലെ കഴിച്ചത് കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മൂകാംബിക അമ്പലത്തിൻ്റെ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ജീപ്പ് അവിടെ കാണും. ഞങ്ങൾക്ക് ഒരാൾക്ക് 570 രൂപയാണ് ജീപ്പിനായത്. 8 പേരുണ്ടെങ്കിലാണ് അവർ ജീപ്പ് എടുക്കുന്നത്. ഞങ്ങൾ 6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയപ്പോൾ 2 പേരും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതാണ് കേട്ടോ. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും വേണ്ടിയിട്ട് ഒരാൾക്ക് 500 രൂപയും അവിടെ മുകളിലെത്തുമ്പം ഫോറസ്റ്റിലെ പാസ് 70 രൂപയും, അങ്ങനെ ഒരാൾക്ക് 570 രൂപയാണ് ജീപ്പിനായത്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുടജാദ്രിയിൽ. ഞങ്ങൾ പോയ വഴിയും ജീപ്പ് യാത്രയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ദൂരം റോഡിലൂടെ പോയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓഫ് റോഡ് വരുന്നത്. ഈ സ്ഥലം എത്തിയപ്പോഴത്തേനും ജീപ്പ് കുറച്ച് നേരം നിർത്തിയിരുന്നു, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പോകുന്ന വഴിക്ക് വാള് വെക്കും എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് പോവുക. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അവർ ഫുഡ് കഴിച്ചിട്ട് കയറിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ആൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു വോമിറ്റിംഗ് ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഇവിടെ മുതലാണ് കേട്ടോ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ 70 രൂപ അടച്ച് പാസ് എടുക്കാനുള്ളത്. ആൻഡ് കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു ബോട്ടിലിന് 50 റുപ്പീസ് വെച്ചിട്ട് മേടിക്കും. ഞങ്ങൾ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആ ബോട്ടിൽ കാണിച്ചാൽ മാത്രമേ അവർ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു തരുള്ളൂ. അപ്പം ഞങ്ങളുടെ കയ്യിൽ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ 100 രൂപ അഡീഷണൽ പേ ചെയ്തു. തിരിച്ച് ആ ബോട്ടിൽ കാണിച്ചപ്പോൾ ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്തു കേട്ടോ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള ഓഫ് റോഡ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഭയങ്കര രസമായിരുന്നു. ജീപ്പിലൂടെയുള്ള ഓഫ് റോഡ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുകളിലെത്തി. അവിടെയാണ് മൂകാംബിക ഒരു അമ്പലമുണ്ട്. നമ്മൾ അവിടെ കയറി അമ്പലത്തിൽ തൊഴുതു. അവിടെ നിങ്ങൾക്ക് പൂജയ്ക്കും അർച്ചനയ്ക്കും ഒക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ മുകളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവരത് ചെയ്ത് വെച്ചേക്കും. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് മുകളിലോട്ട് നടക്കാൻ തുടങ്ങി. ആ പോകുന്ന വഴിയും ആ വ്യൂവും ക്ലൈമറ്റും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും കുടജാദ്രിയിൽ വരണം. എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഒരിക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പോകണം എന്നൊരു ആഗ്രഹം തോന്നുന്ന ഒരു പ്ലേസാണ് കേട്ടോ. പോണ വഴിക്കുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വായോ. എങ്ങനെയുണ്ടമ്മ? എന്നാലും എങ്ങനെയുണ്ട്? പറയാൻ പറ്റൂല, അടിപൊളിയായി. കളർന്നോ? ഇല്ല, ക്ഷീണിച്ചു. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് കേട്ടോ ജീപ്പിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 5 മണിക്കൂറോളം വേണം നമുക്ക് ട്രക്ക് ചെയ്ത് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. ജീപ്പിൽ ഒരു 1.5 മണിക്കൂർ യാത്ര. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ താഴെ ജീപ്പ് നിർത്തി. അവിടെ നിന്ന് പിന്നെ നടന്നു കയറണം. അപ്പം നമ്മൾ വന്ന ജീപ്പിൽ ആ അങ്കിള് പറഞ്ഞത് തിരിച്ച് 10:45 ആകുമ്പോൾ തിരിച്ചിറങ്ങണം എന്നാണ്. അങ്ങനെ ഒരു 12 മണിയോടെയാണ് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഹിൽ ടോപ്പിൽ എത്തിയപ്പം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി അധികം മഴ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ മഴയെക്കാട്ടിലും നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോടയും ചെറുതായിട്ട് പെയ്തൊരു മഴയും അതൊക്കെയായിരുന്നു ഭയങ്കര രസം കേട്ടോ. ഓക്കെ, വ്യൂ ഒക്കെ അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. താഴ്ന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
നമുക്കിനി മുകളിൽ പോയിട്ട് കാണാം. മുകളിലോട്ട് എത്തും തോറും ഉള്ള കോടയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല, അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. സ്ഥലമെത്തി. ഇത് കാണാനാണ് ഗായ്സ് നമ്മൾ താഴെ നിന്ന് ഇത്രയും നടന്നു വന്നത്, ആദിശങ്കരൻ്റെ സർവജ്ഞ പീഠം. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇവിടുന്ന് ഇറങ്ങാനേ തോന്നില്ല, പക്ഷെ ജീപ്പ് വെയിറ്റിംഗ് ആയിട്ട് മാത്രം ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നു ഗൈസ്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വേറെയും ജീപ്പുകൾ വരുന്നുണ്ടായിരുന്നു, കുറേ ആൻറ്റിമാരൊക്കെ നടന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ല എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസാ? എക്സ്പീരിയൻസ് സൂപ്പർ, വളരെ നന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും നമുക്ക് ഈ ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, അന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഫോർ ഷുവർ ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുടജാദ്രിയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷമൊക്കെ ഇനിയൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.